ദേവേട്ട, ഇന്നലെ എന്നോട് ജാനുമോള് അവൾക്ക് അമ്മൂമ്മയും അപ്പൂപ്പനെയും കാണണമെന്ന് പറഞ്ഞു. എന്താ ഞാൻ ചെയ്യണ്ടേ? ആ അതിനെന്താ, കുറേ നാളായി പോയിട്ട്. അവളുടെ ആഗ്രഹമില്ലേ നമുക്ക് വലുത്. നമുക്ക് പോകാടോ. നമുക്ക് പോവാം. അല്ലെങ്കിലും എനിക്ക് അവളല്ലേ വലുത്. നമുക്ക് പോവാം ചാച്ചാ. അവയൊക്കെ ഞാൻ കണ്ടിട്ട് കുറേ നാളായില്ലേ, അതുകൊണ്ടാ. അതിനെന്താടാ, നമുക്ക് പോവാലോ. എൻ്റെ മോൾ എന്നോട് എന്ത് പറഞ്ഞാലും ഈ ചാച്ച സഹായിച്ചു തരില്ലേ. പിന്നെന്തിനാ ഈ ഫോർമാലിറ്റി? അതേടാ, നമ്മൾ പോവാൻ പോവാം. പറ്റുമെങ്കിൽ നാളെ തന്നെ. എൻ്റെ ജാനുമോളുടെ ആഗ്രഹം ഞങ്ങൾ സഹായിച്ചു തരണ്ടേ? മിത്തു, നമുക്ക് നാളെ തന്നെ പോവാം. മോളുടെ ആഗ്രഹമല്ലേ. നീ എന്തായാലും ഹോസ്പിറ്റലിൽ പോയി ഒരു ലോങ് ലീവിന് അപ്ലൈ. ഞാനും കൂടെ വരാം. എന്ത് പറഞ്ഞാൽ ഞാൻ ലീവ് എടുക്കേണ്ടത്? ഇനി വരുമെന്നോ അതോ വരാൻ ശ്രമിക്കാമെന്നോ? വരുമെന്നെന്താ ഉറപ്പ്? മിത്തു, എനിക്കറിയാം നിനക്ക് ഈ യാത്ര ഒട്ടും ഇഷ്ടമല്ലെന്ന്. പക്ഷേ ജാനുമോള് അവൾ പാവം, ഒരുപാട് ആഗ്രഹിച്ചു പോയി. നമ്മളല്ലേ അതൊക്കെ സഹായിച്ചു കൊടുക്കണ്ടേ? എനിക്ക് മനസ്സിലാവും. ഞാൻ ഇന്ന് തന്നെ പോയി ആപ്ലിക്കേഷൻ കൊടുക്കാം. എൻ്റെ ജാനുമോൾ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? സന്തോഷമില്ലേ മോക്ക്? ഏയ് അങ്ങനൊന്നുമില്ല മോളെ. അമ്മ വേറെന്തോ ആലോചിക്കുക. മോളത് ആലോചിച്ച് ടെൻഷനാവണ്ട കേട്ടോ. മിത്തു, ആർക്ക് നിന്നെ മനസ്സിലായില്ലെങ്കിലും ഈ ദേവന് നിന്നെ മനസ്സിലാവും. എവിടെയൊക്കെ നീ തോറ്റുപോകാൻ നോക്കിയാലും അതിനെ ഞാൻ സമ്മതിക്കില്ല. ഞാൻ നിന്നോടൊപ്പം ഉണ്ടാവും, നിന്റെ നിഴല് പോലും. എന്നാ നിങ്ങൾ സംസാരിക്കേ, ഞാൻ റൂമിലോട്ട് പോവാം. മോനെ ദേവ, നീ ഇരിക്കേ, ഞാനൊരു ചായ എടുക്കാം. വേണ്ടമ്മേ, ഞാൻ പോവാം. കുറച്ച് തിരക്കുണ്ട്, പിന്നെ വരാം. ഇയാളെന്തിനാ എന്നെ വിളിക്കുന്നേ? എന്തായാലും വിളിച്ചു നോക്കാം. ഹലോ എടോ, തന്നോട് ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ഡെയറായിരുന്നു എന്ന്. പിന്നെ എന്തിനാ എന്നെ കിടന്ന് വിളിക്കുന്നേ? അത് ഞാൻ തന്നോട് സംസാരിക്കാൻ വേണ്ടി വിളിച്ചതാ, സോറി. ഞാനാരാ? തൻ്റെ കാമുകിയാണോ എന്നോട് സംസാരിക്കാൻ? താൻ പോയി വേറെ ആരെങ്കിലും വിളിക്കേ. അയ്യോ, അങ്ങനെയല്ല. ആസ് എ ഫ്രണ്ട്. എനിക്കങ്ങനെ വിളിക്കാനൊന്നും ആരുമില്ല. തനിക്കിഷ്ടമല്ലെങ്കിൽ വേണ്ട. സോറി, ഞാൻ വെക്കുക. അയ്യോ, ഞാൻ പറഞ്ഞത് കൂടിപ്പോയോ? അയാൾക്ക് ആരും ഇല്ലെന്നിനി ശരിക്കും പറഞ്ഞതാക്കോ? എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ, സോറി ഞാൻ അങ്ങനെയൊക്കെ സംസാരിച്ചതിന്. സോറിയൊക്കെ എന്തിനാ? ഞാനല്ലേ ഡിസ്റ്റർബ് ചെയ്തത്. അങ്ങനെയൊന്നുമില്ല. തനിക്ക് എന്തോ ആരും ഇല്ലെന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞാണോ? അതുകൊള്ള. പിന്നല്ലാതെ ആരെങ്കിലും വെറുതെ പറയൂ? ഞാനൊരു അനാഥനാണ്. എന്നെ നോക്കാനും ആരുമില്ല, എനിക്ക് നോക്കാനും ആരുമില്ല. ഓ സോറി റാം, ഞാൻ അറിയാതെ. റാം, എന്താ സൗണ്ട്? റാം, റാം, ഹലോ റാം. മോളെ, എന്താ പറ്റിയേ? പനി വല്ലതും ഉണ്ടോ കൊച്ചിന്? ഇന്നലെ ഉറങ്ങിയില്ലേ മോളെ നീ? അങ്ങനൊന്നുമില്ലമ്മ, ചെറിയൊരു തലവേദന. ഞാൻ ഇറങ്ങുക. അല്ല, മോളൊന്നും കഴിച്ചില്ലല്ലോ. അത് ഞാൻ ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചോളാമേ, പപ്പയോട് പറഞ്ഞേക്ക്. ഇപ്പോഴും എന്നോട് പിണക്കാണോ മിത്തു? സോറി, ഞാൻ പെട്ടെന്നുള്ള ആ ദേഷ്യത്തിലങ്ങ് പറഞ്ഞു പോയതാ. എനിക്കറിയില്ലേ നിന്നെ. മിത്തു, മിത്തു, നമുക്ക് പോവാം. മിത്തു, നിനക്കിതെന്താ പറ്റിയേ? ഒന്നുമില്ലടി, ചെറിയൊരു തലവേദന. അയ്യോ, എനിക്ക് തീരെ വയ്യ. ഞാനെന്നാ വീട്ടിലോട്ട് പോവാം, നല്ല തലവേദന. നീ എന്നാ വീട്ടിൽ ചെന്ന് റെസ്റ്റ് എടുക്ക്. വീട്ടിലെത്തിയിട്ട് വിളിക്കണേ. എന്താ മോളെ ഈ സമയത്ത്? എന്ത് പറ്റി മോളെ? അയ്യേ നിനക്ക്? അത് പിന്നെ അമ്മേ, എനിക്കെന്തോ ചെറിയൊരു തലവേദന പോലെ. ഞാനൊന്ന് കിടക്കട്ടെ, എന്നെ വിളിക്കണ്ട കേട്ടോ. അയ്യോ മാഫിയ, അയ്യോ സ്വപ്നമായിരുന്നു. എന്തായാലും അയാളെ വിളിച്ചു നോക്കണം. അയാളുമല്ല മാഫിയ
മനസ്സിലാവ്. ഞാൻ മാഫിയൊന്നുമല്ല. ഏ മാഫിയല്ലേ? അപ്പോൾ പിന്നെ ഇന്നലെ കേട്ട സൗണ്ടോ? ആ ബെസ്റ്റ്. ആ സൗണ്ട് കേട്ടിട്ടാണോ ഞാൻ മാഫിയാണെന്ന് പറഞ്ഞത്? എടോ, ഞാനൊരു സോൾജിയറാണ്, അതുകൊണ്ടാണ്. 12 മണിയായില്ലേ, താൻ പോയി കിടന്നോ. മാഫിയാന്ന് വിചാരിച്ച് ഉറക്കം പോയിട്ടുണ്ടാവല്ലേ. ശരിയെന്നാ. ആകെ നാണം കെട്ടു. എനിക്കിതിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? അയ്യോ മാഫിയ, റാം എന്നെ ഒന്നും ചെയ്യരുത് പ്ലീസ്. മാഫിയ? ഞാനോ? ഞാൻ ദേവനല്ലേ. ഞാനത് ഏത് ലോകത്താ? ആരാ ബാക്കിൽ? ആരുമില്ലല്ലോ. ഇവക്കിതെന്താ പറ്റിയ? മിത്തു രാവിലെ തന്നെ ബാക്കിയുള്ളവരെ പേടിപ്പിച്ചാലുണ്ടല്ലോ. സോറി ദേവേട്ട, ഞാനൊരു സ്വപ്നം കണ്ടതാ. ആ നല്ല സ്വപ്നം. അവളുടെ ഒരു മാഫിയ ഞാനങ്ങ് ഇല്ലാണ്ടായിപ്പോയി. എന്തായാലും സ്വപ്നമൊക്കെ കണ്ട് പേടിച്ചതല്ലേ, നമുക്കൊന്ന് പുറത്തു വിട്ടിരാം. റെഡി ആയിട്ട് വാ, ഞാൻ താഴെ ഉണ്ടാവും. ആ ആണോ? ഇന്ന് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് എവിടെ പോകുന്ന പറഞ്ഞിരിക്കുന്നത്. ഞാൻ ദാ വരുന്നു. നോക്ക്, ഇവിടെയുള്ള എന്ത് വേണോലും എടുക്കാം. ഞാൻ ഇനിയൊന്നും വാങ്ങിത്തന്നില്ലെന്ന് പറയരുത്. ശരിക്കും? എന്നാൽ ഞാൻ പോയി ഓരോന്ന് ട്രൈ ചെയ്യാം. ദേവേട്ടൻ എങ്ങനെയുണ്ടെന്ന് പറയണേ. ശരി പോയിട്ട് വാ. ദേവേട്ട, ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട്? എനിക്കിഷ്ടമായി. മാഫിയ സ്വപ്നം കണ്ട് ഇപ്പം മാഫിയെ പോലെ ആയല്ലോ. നിനക്ക് വേറൊന്നും കിട്ടിയില്ലേ? ഇതിനെന്താ കുഴപ്പം? ഇത് നന്നായിട്ടില്ലേ? എൻ്റെ പൊന്നു കൊച്ചേ, ഇതൊന്ന് പോയി മാറിയിട്ട് വാ. ഒരു ഭംഗിയില്ല. എന്നാ ഇതൊന്ന് നോക്കിയോ, ഇത് നന്നായിട്ടില്ല. ഇതിൻ്റെ കൈ എവിടെ? ഇതാണോടി നല്ല ഡ്രസ്സ്? ഇതെങ്ങാണ് വിട്ടാ നിന്റെ കാല് ഞാൻ തല്ലി ഓടിക്കും. എന്നാ ഇതൊന്ന് നോക്ക്, ഇത് അടിപൊളിയല്ലേ? ഇതാകുമ്പോ എനിക്ക് സൂട്ടാവൂലോ. ഇത് തരക്കേടില്ല, എന്നാലും അത്ര പോരാ. ഇതെന്ത് കഷ്ടാ, ഒന്നും ഇഷ്ടാവില്ല, എന്നെ വഴക്കും പറയാന്ന് ദേവേട്ടനെ പറഞ്ഞെടുത്തത്. ഡ്രസ്സിങ് സെൻസ് എന്ന് പറഞ്ഞാൽ എനിക്കുള്ള പോലെ വേണം. ഞാനെടുത്തു തരാം, നീ ഇട്ടുകൊണ്ട് വാ. ഇതെനിക്ക് ഇഷ്ടമായി, ഞാനൊന്ന് ഇട്ട് നോക്കട്ടെ. ഇവളിതെവിടെയാ? കാണുന്നില്ലല്ലോ. ദേവേട്ട, ഇതെങ്ങനെയുണ്ട്? എനിക്ക് ചേരുന്നുണ്ടോ? പിന്നല്ലാതെ, എന്റെ സെലക്ഷൻ എപ്പോഴാ മോശമായിട്ടുള്ളത്? ഇത് സൂപ്പറായിട്ടുണ്ട്. പാക്ക് ചെയ്യട്ടെ? അല്ല ഇനി എങ്ങോട്ടാ? ഇവിടെ അടുത്ത് പാർക്കിൽ ഒരു ഫെസ്റ്റ് നടക്കുന്നുണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. ഇനി ബ്യൂട്ടിഫുൾ. ദേവേട്ടൻ പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും വിചാരിച്ചില്ല. വാ നമുക്ക് പോവാം. വാ ദേവേട്ട വാ. മിത്തു ഓടല്ലേ, പതുക്കെ പോ മിത്തു. എനിക്ക് നിന്നോടുള്ള ഇഷ്ടം ഇങ്ങനെ തുറന്നു പറയണം എന്നറിയില്ല മിത്തു. പക്ഷേ ഈ ലോകത്ത് നീ എവിടെയായിരുന്നാലും ഈ സന്തോഷം നിൻ്റെ കൂടെ ഉണ്ടാകണം. അതുപോലെ നീ എന്ന സന്തോഷം എൻ്റെ ജീവിതത്തിലും ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോകാറുണ്ട്. ദേവേട്ട എന്താ ആലോചിച്ച് നിൽക്കുന്നത്? നമുക്ക് പോകണ്ടേ? ഇപ്പൊ തന്നെ കുറെ ലേറ്റായി. വാ പോവാം. വന്നോ? അവനെവിടെ? പോയോ? പോയല്ലോ. അമ്മേ ഞാനൊന്ന് കിടക്കട്ടെ, നല്ല ക്ഷീണം. സമയം കുറെ ആയല്ലോ, ഇയാളെന്താ വിളിക്കാത്തെ? അല്ല ഞാനെന്തിനാ അയാളെ ആലോചിക്കുന്നേ? മിത്തു വേണ്ടാട്ടോ. താ വിളിക്കുന്നു. അല്ല ഞാനെന്തിനാ ഇത്ര ഹാപ്പി ആകുന്നേ? കുറച്ച് ജാടയിട്ട് നിൽക്കാം. ഹലോ മിത്ര, ഞാൻ റാമാണ്. എന്തിനാ വിളിച്ചേ? ഓ ഞാൻ ചുമ്മാ വിളിച്ചതാ. എന്നാ ശരി, ഞാൻ വെക്കുവാ. അതെ വെക്കണ്ട, ഞാൻ വെറുതെ ചോദിച്ചതാ. എന്താ ഇവ പറഞ്ഞേ? അല്ല താനല്ലേ പറഞ്ഞേ ആരുമില്ലെന്ന്, അതാ ഞാൻ വെക്കണ്ടെന്ന് പറഞ്ഞേ. അല്ലാതെ താനൊന്നും വിചാരിക്കണ്ട. ഓക്കെ, അതിന് ഞാനൊന്നും വിചാരിച്ചില്ലല്ലോ. ഇല്ലല്ലേ? എന്നാ ശരി, ഞാൻ വെക്കുക. ഇപ്പൊ എൻ്റെ മോള് നല്ല കുട്ടിയാണല്ലേ? പിന്നെ അതെ. അല്ല പപ്പ എവിടെ? പപ്പ രാവിലെ തന്നെ പോയി, ഓഫീസിൽ എന്തോ ഒരു മീറ്റിംഗ് ഉണ്ടെന്ന്. ആണോ? എന്നാ ഞാൻ ഇറങ്ങട്ടെ. കഴിക്കുന്ന കാര്യം പിന്നെ ചോദിക്കണ്ടല്ലോ, ക്യാൻറ്റീനിൽ നിന്നായിരിക്കുമല്ലോ. അത് പിന്നെ ഞാൻ കൺഫേം ആയിട്ടും നാളെ മുതൽ ഞാൻ ഇവിടുന്ന് കഴിച്ചിട്ടേ പോകൂ. ശരി. പിന്നെ വിളിക്കാൻ ദൈവം വരും കേട്ടോ. എടി ഐഷു എവിടെ? അവൾ വന്നില്ലേ? ഇല്ലടി, അവൾക്ക് വയ്യെന്ന് പറഞ്ഞു. എടി സാറാ, നീ എന്നെ തല്ലിയതൊന്നും ഞാൻ മറന്നിട്ടില്ല കേട്ടോ. എൻ്റെ പൊന്നുമീര, നിനക്ക് എന്താ പ്രശ്നം? ഞങ്ങളൊന്നിനും അങ്ങോട്ട് വരുന്നില്ലല്ലോ, പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് വെറുതെ വഴക്കിന് വരുന്നേ? ഞാൻ പറഞ്ഞല്ലോ മിത്ര, എൻ്റെ പ്രശ്നം നീയാണ്. നീയൊന്ന് വിട്ടു തന്നാൽ തീരാവുന്ന പ്രശ്നമേ എനിക്കുള്ളൂ. വിട്ടു തരാനോ? ആരെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല.
പറഞ്ഞാൽ നിനക്കറിയായിരിക്കും നിന്റെ ദേവേട്ടനെ. അയാളെ കിട്ടാൻ വേണ്ടി ഏതറ്റം വരെ ഞാൻ പോകും. നിനക്കറിയാലോ, ഞാൻ കുറച്ച് സെൽഫിഷാണ്. വേണ്ടി വന്നാൽ ഞാൻ അയാളെ അങ്ങ് കൊല്ലും. എനിക്ക് കിട്ടാത്തത് ആർക്കും കിട്ടണ്ടെന്നേ. എന്താണ് നീ പറഞ്ഞേ? എൻ്റെ ദേവേട്ടനെ കൊല്ലുമെന്നോ? നിന്നെ ഞാൻ വിട്, എന്നെ വിട്. ഒന്ന് ഓർത്തോ മീരാ, നീ വെറുതെ വിടില്ല ഞാൻ എൻ്റെ ദേവേട്ടനെ എന്തെങ്കിലും സംഭവിച്ചാൽ. നിങ്ങളെ കൊണ്ട് സഹിക്കാൻ വയ്യല്ലോ. ആൺപിള്ളേർ ഇതിനെക്കാട്ടിൽ ഭേദമാണല്ലോ. മിത്ര, നിനക്കെന്താ സംഭവിച്ചത്? നീ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. എന്തായാലും ഞാനൊന്ന് തീരുമാനിച്ചിട്ടുണ്ട്. രണ്ടുപേരും കുറച്ച് ദിവസം വീട്ടിലിരിക്കേ. അല്ലാതെ വേറൊന്നും ഞാൻ കാണുന്നില്ല. പൊക്കോ രണ്ടും. മിത്തു, നീ ഇങ്ങനെ കരയല്ലേ. ഞാനെല്ലാം ദേവേട്ടനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ദേവേട്ടൻ ഇപ്പോൾ വരും. അവള് പറഞ്ഞ് കേട്ടില്ലേ? എൻ്റെ ദേവേട്ടനെ അവൾ ഇല്ലാതാക്കുന്നു. അതും ഞാൻ കാരണം. ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ഇഷ്ടമില്ല. കുഞ്ഞുനാൾ മുതൽ എൻ്റെ കൂടെയുള്ളത് എൻ്റെ ദേവേട്ടൻ. ദേവേട്ടൻ എന്നെ അറിയാം. എനിക്ക് ദേവേട്ടനെ അവൾ വിചാരിക്കുന്ന പോലെ ഇഷ്ടം ഞങ്ങൾ തമ്മിലില്ല. പക്ഷേ എൻ്റെ ജീവനേക്കാളേറെ ഞാൻ എൻ്റെ ദേവേട്ടനെ സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല. അതാ ഞാൻ. മിത്തു, ദേവേട്ട, ഞാൻ കരയല്ലേ മിത്തു, ഒന്നുമില്ല. ദേവേട്ട, ഞാൻ എനിക്ക് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് എന്നോട് ക്ഷമിക്ക് ദേവേട്ട. മിത്തു, നീ ഇങ്ങനെ കരയല്ലേ. എനിക്കിത് സഹിക്കാൻ പറ്റില്ല. എന്ത് വന്നാലും ഞാൻ നോക്കോളാം. വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. അമ്മേ, അവൾ കുറച്ച് സമയം കിടക്കട്ടെ. അവളോടൊന്നും ചോദിക്കാൻ നിൽക്കണ്ട ഇപ്പോൾ. ദേവ, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എനിക്കറിയാം അമ്മ എന്താ പറയാൻ വരുന്നതെന്ന്. ദേവ, നീ ഇങ്ങനെ അവളുടെ എല്ലാ കള്ളത്തരത്തിനും കൂടെ നിൽക്കണമെന്നുണ്ടോ? കുറച്ചു മുമ്പേ എന്നെ പ്രിൻസിപ്പൾ വിളിച്ചതേ ഉള്ളൂ. എന്തായി കേൾക്കുന്നതൊക്കെ? അമ്മയ്ക്കറിയാലോ, കുഞ്ഞുനാൾ മുതൽ ഞാൻ കണ്ടു തുടങ്ങിയത് അനിത്തുവിനെ. അവളുടെ മുഖമൊന്ന് വാടിയപ്പോഴും എനിക്കത് സഹിക്കില്ല. അങ്ങനെയുള്ള ഞാനല്ലേ അമ്മേ അവളുടെ കൂടെ നിൽക്കേണ്ടത്. അതുകൊണ്ട് അമ്മ ഇതിലിടപെടണ്ട, ഞാൻ നോക്കിക്കോളാം. ഞാനെന്നാ പോവാം, കുറച്ച് തിരക്കുണ്ട് എനിക്ക്. പിന്നെ വരാം ഞാൻ. റാം എന്താ ഈ സമയത്ത് വിളിക്കുന്നേ? എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? എന്തായാലും എടുത്ത് നോക്കാം. ഹലോ, ഇത് എവിടെയാ? കാണാനില്ലല്ലോ തന്നെ. അത് ഞാൻ കുറച്ച് ബിസി ആയിരുന്നു. തനിക്കിതെന്ത് പറ്റി? വൈകി എന്തെങ്കിലും? ഏയ്, അങ്ങനൊന്നുമില്ല. ഞാൻ കുറച്ച് തിരക്കില്ല. പിന്നെ വിളിക്കാം. ഇതിൽ നിന്നങ്ങനെ ഒഴിവാകാനൊന്നും നോക്കണ്ട. 2-3 ദിവസത്തെ പരിചയം വെച്ച് തനിക്ക് എന്തോ ഒരു കുഴപ്പം പറ്റിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. താൻ പറഞ്ഞ ശരിയാ. ഇന്ന് കോളേജിലൊരു ഇഷ്യൂ ഉണ്ടായി. അതിൻ്റെ പേരിൽ എനിക്ക് സസ്പെൻഷൻ കിട്ടി. അതിൻ്റെ ഒരു ഹാങ് ഓവറിൽ ഇരിക്കുകയായിരുന്നു ഞാൻ. അതിനു വേണ്ടിയിട്ട് താൻ എന്താ ചെയ്തേ? അതൊരടി കേസാ, അതുകൊണ്ടാ. തല്ല് കേസോ? താനെന്താ കോളേജിലെ ഗുണ്ടയാണോ? അങ്ങനെയൊന്നുമല്ല. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യേണ്ടി വന്നുപോയി. പ്രത്യേക സാഹചര്യം എന്ന് പറയുമ്പോൾ? അത് പിന്നെ അവള് ദേവേട്ടനെ പറ്റി മോശമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് സഹിച്ചില്ല. ഞാൻ അവളെ തല്ലി. ഓ അല്ല, ആരേ ദേവേട്ടൻ? ചേട്ടനാണോ? ചേട്ടനൊന്നുമല്ല, പക്ഷേ ചേട്ടനെ പോലെയാണ്. എനിക്ക് എന്ത് പ്രശ്നം വന്നാലും അവിടെ ദേവേട്ടനുണ്ടാവും. എൻ്റെ ലൈഫിൽ എനിക്ക് ദേവേട്ടൻ കഴിഞ്ഞിട്ടേ വേറെ ആരുള്ളൂ. അങ്ങനെയുള്ള എൻ്റെ ദേവേട്ടനെ പറ്റി അവൾ പറഞ്ഞാൽ ഞാൻ പിന്നെ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുക? ശരി, എന്നാൽ താൻ കടന്നു. ഞാൻ കുറച്ച് തിരക്കില്ല. ഞാൻ നാളെ വിളിക്കാം. അല്ല, ഇന്ന് കോളേജില്ലല്ലോ. ഇത് എങ്ങോട്ടായി രാവിലെ തന്നെ പോകുന്നേ? അത് ഞാനൊന്ന് കോഫി ഷോപ്പ് വരെ പോവാം. ഐഷുവും സാറേയും വരുന്നുണ്ട്. പോയിട്ടോ. അല്ല, എക്സാമാ നെക്സ്റ്റ് വീക്ക്. വല്ലതും പഠിക്കുന്നുണ്ടോ എൻ്റെ കൊച്ച്? പിന്നല്ലാതെ, ഞാൻ ആഗ്രഹിച്ചെടുത്ത കോഴ്സല്ലേ, അത് ഞാൻ എന്തായാലും കംപ്ലീറ്റ് ചെയ്യും. എന്നാൽ ഞാൻ പോയിട്ട് വരാവേ. എന്താ ഇത്? എത്ര നേരമായി വെയിറ്റ് ചെയ്യുന്നു? നിങ്ങളെന്ത് ലേറ്റായേ? എൻ്റെ പൊന്നു മോളെ, ഫുൾ ട്രാഫിക്കാ. അത് കടന്നൊന്ന് എത്തിക്കിട്ടണ്ടേ? അല്ല, എന്താ മിത്തു നീ അർജൻറ്റായിട്ട് കാണണമെന്ന് പറഞ്ഞേ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ല. ഞാൻ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് ഒരാളെ ഇഷ്ടം. അത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചേ. ഇഷ്ടോ?
നിനക്കോ? ആരോട്? നീ അവളെ ടെൻഷൻ ആക്കാതെ. അല്ല, ആളാരാന്ന് പറഞ്ഞില്ലല്ലോ. അല്ല, അതന്ന് തന്ന ഡയറില് ഒരു നമ്പറിൽ വിളിച്ചില്ലേ, അയാളാ റാം. ഏ, അയാളോടോ? നിനക്കെന്താ വട്ടാണോ? എനിക്കും അത് അങ്ങനെ തോന്നിയേ, പക്ഷേ എന്തോ ഇഷ്ടായിപ്പോയി. അല്ല, ദേവേട്ടനോട് പറഞ്ഞോ നീ അതിന് ഈ കാര്യം? ഏ ഇല്ലടി, റാം എന്ത് പറയും എന്നറിഞ്ഞിട്ട് പറയാന്ന് വെച്ചിട്ടാ. ഇന്നെന്തായാലും ഞാൻ റാമിനോട് ഉറപ്പായും ഈ കാര്യം പറയും. റാം എന്താ ഇതുവരെയായിട്ടും വിളിക്കാതെ? എന്തായാലും ഞാൻ അങ്ങോട്ട് വിളിച്ചു നോക്കാം. ഹലോ റാം, തിരക്കിലാണോ? ഏയ് അല്ലടോ, ഞാൻ അങ്ങോട്ട് തന്നെ വിളിക്കാൻ പോവായിരുന്നു. അല്ല റാം, എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എനിക്കും ഒരു കാര്യം പറയാനുണ്ട്. എന്തായാലും താൻ ആദ്യം തന്നെ പറ. വേണ്ട, റാം തന്നെ ആദ്യം പറഞ്ഞു, എന്നിട്ട് ഞാൻ പറയാം. ഓക്കെ, അതിൻ്റെ പേരിൽ ഇനി ഒരു വഴക്ക് വേണ്ട. എനിക്കങ്ങനെ വളച്ചു കെട്ടാനൊന്നും അറിയില്ല, അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് തന്നെ പറയും. എൻ്റെ ലൈഫിൽ ഇന്ന് വരെ എനിക്ക് സ്നേഹിക്കാനോ എന്നെ സ്നേഹിക്കാനോ ആരും ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാകുമോ എന്ന് പോലും എനിക്കൊരു ഹോപ്പില്ലായിരുന്നു. അപ്പോഴാണ് തൻ്റെ കോൾ വന്നത്. ആ നിമിഷം മുതൽ ഈ നിമിഷം വരെ എനിക്കെന്തോ ഒരു പ്രത്യേക ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ചോദിക്കുക, എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ പ്രാണനായി ഇതെനിക്ക് വരാൻ പറ്റുമോ? മിത്ര, ഐ റിയലി ലവ് യു. ഐ വാണ്ട് ടു സ്പെൻഡ് മൈ ലൈഫ് വിത്ത് യു. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല റാം. എനിക്കും റാമിനെ ഇഷ്ടമാണ്. മിത്ര, താൻ ശരിക്കും ആലോചിച്ചാണോ ഇത് പറയുന്നത്? അതെ റാം, ഞാൻ ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനമാണിത്. അല്ല മിത്ര, തൻ്റെ വീട്ടിലിതറിഞ്ഞ കുഴപ്പമാവോ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എൻ്റെ അച്ഛനും അമ്മയ്ക്കും എൻ്റെ ഇഷ്ടമാണ് വലുത്. എന്തെങ്കിലും കുഴപ്പമുണ്ടായാലും ദേവേട്ടൻ നമ്മുടെ കൂടെ നിൽക്കൂ. അല്ല റാം, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്തിനാണോ ഈ ഫോർമാലിറ്റി? തനിക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാമല്ലോ എൻ്റെ അടുത്ത്. എന്ത് പ്രശ്നം വന്നാലും എന്നെ തനിച്ചാക്കി പോകില്ലല്ലോ അല്ലേ താൻ? എന്ത് ചോദ്യം മിത്ര ഇത്? ഈ ലോകത്ത് എന്ത് സംഭവിച്ചാലും ഈ റാം മിത്രയെ വിട്ടു പോകുന്നത് ഇറ്റ്സ് ഇമ്പോസിബിൾ. റാം, ഐ ആം വെരി ഹാപ്പി ടുഡേ ബിക്കോസ് ഓഫ് യു. ഐ റിയലി ലവ് യു റാം ആൻഡ് ഐ ട്രസ്റ്റ് യു. അമ്മ എന്നെ ആലോചിക്കുന്നേ? നമ്മൾ എപ്പോഴാ അവിടെ എത്താ? ഒന്നുമില്ലടാ മോനെ, ഇപ്പൊ എത്തുന്നേ. മോനൊന്ന് വെയിറ്റ് ചെയ്യ്. ചാനുവിനെ അമ്മൂമ്മയും അപ്പൂപ്പനെ നന്ദൂട്ടനെയും കാണാൻ കൊതിയാവുന്നു. അത് പിന്നെ അമ്മയ്ക്ക് അറിയില്ലേ? അമ്മൂമ്മേ, അപ്പൂപ്പ, ഇതാരാ വന്നേക്കണേ നോക്കിയേ. എന്റെ കൃഷ്ണ, ആരായി വന്നിരിക്കുന്നേ? എന്റെ പൊന്നുമോളോ? ഏട്ടാ, ഇങ്ങോട്ടൊന്ന് വന്നേ, ഇതാരാണെന്ന് നോക്കി. അയ്യോ, ഇതാരാ? അപ്പൂപ്പന്റെ തങ്കക്കൂടോ? എന്താ പറയാതെ വന്നത്? അങ്ങനെയൊന്നുമില്ല, ഒന്ന് സർപ്രൈസ് ചെയ്യാന്ന് വെച്ചു. പിന്നെ മോക്കൊരേ വാശി. അല്ലെങ്കിലും ജാനുമോളെ കണ്ട പിന്നെ നമ്മളെ ഒന്നും മൈൻഡ് ഉണ്ടാകില്ലല്ലോ. ഈ അച്ഛനെന്നും മോള് കഴിഞ്ഞല്ലേ ഉള്ളൂ, വേറെ ആരും. ജാനകി, നീ പോയി എന്തെങ്കിലും ഉണ്ടാക്ക്. മോളെ, നിങ്ങൾ പോയി റെസ്റ്റ് എടുക്ക്. ജാനൂട്ടാ, അപ്പൂപ്പൻ പോയിട്ട് വേഗം വരാട്ടോ. അല്ല, ഇതെവിടെ പോവാ മോളെ നിങ്ങള്? എൻ്റെ അമ്മേ, ഇവൾക്ക് ഒരേ വാശി, പുറത്ത് പോകണമെന്ന്. ഒന്ന് പോയിട്ട് വരാന്ന് വെച്ചു. വെറുതെ അമ്മൂമ്മേ, ജാനുമോള് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, ഒന്ന് പുറത്ത് പോവാന്. അല്ലേ ചാച്ചാ? അതെ, ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അല്ല, ഇതാര്? നന്ദൂട്ടന്റെ ജാനുമോളോ? ഇന്ന് വന്നേ, ചോദിക്കട്ടെ. വേണ്ട, ഞാൻ മിണ്ടൂല നന്ദൂട്ടനോട്. പോ. ഷോ, എൻ്റെ ജാനുവിനെ കാണാൻ വേണ്ടി ഇത്രയും നാൾ കാത്തിരുന്ന് വന്നെന്നറിഞ്ഞപ്പോഴാണ് ഞാൻ ഓടി വന്നേ. എന്നോട് മിണ്ടില്ലേ അപ്പോ? ആണോ? എന്നാ ജാനു മിണ്ടും. സോറി നന്ദൂട്ടാ. ആണോ? ദേവ, നീ എവിടെയെങ്കിലും പോകാൻ വേണ്ടി നിൽക്കുകയാണോ? അതെ അച്ഛാ, ഞാനും ജാനുമോളും മിത്തും കൂടെ ഒന്ന് പുറത്തു പോകാൻ വേണ്ടിയിട്ട്. ആണോ? എന്നാ നീ പോയിട്ടോ, അത് കഴിഞ്ഞ് എനിക്ക് നിന്നോട് സംസാരിക്കണം. ശരി മോളെ, സൂക്ഷിച്ചു പോണേ. ദേവേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. മിത്തു, എനിക്കറിയാം നീ എന്താ പറയാൻ വരുന്നതെന്ന്. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണമെന്നല്ലേ? അതെ ദേവേട്ടാ, ഒരുപാട് നാളൊന്നും എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല, അതുകൊണ്ടാ. പ്ലീസ്, ജാനുമോളെ നീ നോക്ക്. അവൾ എത്ര ഹാപ്പിയാണ്. അവളുടെ സന്തോഷമല്ലേ നമുക്ക് വലുത്. അവളെ ഓർത്ത് മാത്രമാണ് ഞാൻ ഇങ്ങനെ. അമ്മൂമ്മ പറഞ്ഞതപ്പം
അപ്പൊ ശരിയാണല്ലേ? എന്താ അമ്മമ്മ ജാനുവിനോട് പറഞ്ഞത്? അമ്മമ്മ പറയാ അമ്മയെക്കാട്ടിൽ സൗന്ദര്യം അമ്മമ്മയാണ്. എനിക്കിപ്പോ അങ്ങനെയാ തോന്നുന്നേ. ഈ കള്ളി നിക്കടി അവിടെ. ഓടരുത് ജാനു. ഓടൂലോ, അമ്മേനെ പിടിക്കാൻ വാ. മോളെ ഓടല്ലേ. മോളെ ഓടില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. അമ്മയെ കൊണ്ട് നീ എനിക്ക് വഴക്ക് വാങ്ങി തരിപ്പിക്കുവോ? റാം, റാം. ഇത് എന്തു പറ്റി? ജാനു മതി കളിച്ചത്, വാ വീട്ടിലേക്ക് പോവാം നമുക്ക്. ജാനു വരുന്നുണ്ടോ അതോ നീ എന്തെങ്കിലും തല്ല് വാങ്ങിക്കോ? മര്യാദയ്ക്ക് വന്നോ, ഇല്ലെങ്കിലുണ്ടല്ലോ. ജാനു ഈ കള്ളക്കറച്ചിലൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല. വരുന്നുണ്ടോ നീ? മിത്തു, നീ എന്തിനാ ജാനുവിനോട് ചൂടാവുന്നേ? മോളെ കരയല്ലേ, ചാച്ചനില്ലേ കൂടെ. അമ്മ എന്തോ ദേഷ്യത്തിൽ പറഞ്ഞതാ, മോള് കരയല്ലേ. എന്റെ മോള് കരയല്ലേ, നമുക്ക് പോവാം, വാ. അയ്യോടാ, അമ്മമ്മയുടെ ജാനുമോള് കരയില്ലേ? അമ്മമ്മയ്ക്ക് സങ്കടാവില്ലേ? അവൾ വരട്ടെ, അമ്മമ്മ ചോദിക്കാട്ടോ. മിത്തു, നീ എന്തിനാ എൻ്റെ ജാനുവിനോട് ചൂടായത്? നിനക്കിത് എന്താ പറ്റിയേ? എനിക്കെന്താ എൻ്റെ മോളോട് ചൂടാവാൻ പറ്റില്ലേ? അമ്മ ഇതിൽ ഇടപെടാൻ വരണ്ട. ദേവ, അവൾക്ക് എന്താ പറ്റിയേ? പോയ പോലെയല്ലല്ലോ അവളുടെ വരവ്. അത് പിന്നെ ഞാൻ പറയാം. അമ്മ ജാനുമോളെ നോക്ക്, ഞാനിപ്പോൾ വരാം. മിത്തു, എല്ലാത്തിലും ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യും. പക്ഷേ എൻ്റെ ജാനുമോള്, അവൾ പാവമെന്ന് എനിക്കറിയില്ലേ. ഇപ്പൊ നീ കാണിച്ചത് ഒട്ടും ശരിയല്ല മിത്തു. അറിയാം ദേവേട്ട, ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷേ എന്നെ എന്താരും മനസ്സിലാക്കാത്തത്? മിത്തു, നീ കരയല്ലേ. നീ കരഞ്ഞാ എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ പോയി ജാനുമോൾ സംസാരിക്കാം. നീ കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കേ. എൻ്റെ കൃഷ്ണ, എന്ത് പണിയാ ഞാൻ കാട്ടിയേ? എൻ്റെ കുഞ്ഞ്, അവളുടെ മനസ്സ് എത്ര വേദനിച്ചിട്ടുണ്ടാവും. ഞാൻ കാരണം എൻ്റെ മോളും കൂടി. അയാൾ കാരണമില്ല. അയാൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടില്ലായിരുന്നെങ്കിൽ